കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വാത്സല്യനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വന്ദനം. ചില നാളുകളായി വിഷയങ്ങൾ തുടരുകയാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വിസ്തൃതവും വിശാലവുമായി കിടക്കുന്ന ആത്മീയ വിഷയങ്ങൾ ക്രോഡീകരിച്ച് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ചിന്തിക്കുക എന്നുള്ളതാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം. അതിൽ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങൾ ഉൾപ്പെട്ട ഇസ്രായേൽ ജനങ്ങളും പുതിയ നിയമത്തിലെ ജാതികൾ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ എന്നിവർ ഉൾപ്പെട്ടവരിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ പുതിയ നിയമ സഭയുടെ രാജകീയ പുരോഹിത വർഗവും തമ്മിൽ ഉള്ള ഹ്രസ്വപഠനം. പഴയ നിയമത്തിൽ ഒരു ഗോത്രത്തിന് മാത്രം കൊടുത്ത പൗരോഹിത്യ പദവി പുതിയ നിയമത്തിലാകട്ടെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന സകല വ്യക്തികൾക്കും കൊടുക്കപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യ പദവി. താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ എത്ര സന്തോഷമാണ് പുതിയ നിയമ വിശുദ്ധന്മാർക്കുണ്ടാകുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്രായേൽ ജനങ്ങളെ മിസ്രയീമിൽ നിന്ന് വിളിച്ച് വാഗ്ദത്തദേശത്ത് എത്തുന്നിടം വരെയുള്ള 40 സംവത്സരങ്ങളിൽ 41 സ്ഥലങ്ങളിൽ പാളയം അടിച്ച വിഷയത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. സംഖ്യാപുസ്തകം 33 3 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ ആ വിഷയത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ഇന്ന് നാം ഇവിടെ ചിന്തിക്കുന്നത് അവരുടെ ക്രമാനുസൃതം ഉള്ള യാത്രയും പാളയം ഇറങ്ങുമ്പോഴുള്ള ക്രമവും ആകുന്നു. 6,35,580 യുദ്ധപ്രാപ്തിയുള്ള പുരുഷന്മാർ 20 വയസ്സ് മുതൽ മുകളിലോട്ട്, ശിശുക്കൾ, ബാലകന്മാർ, ബാലികമാർ, സ്ത്രീകൾ, പ്രായമായവർ ഒഴികെയുള്ളവരുടെ സംഖ്യയാണിത്. ആനുപാതികമായി ചിന്തിച്ചു നോക്കിയാൽ ഏകദേശം 30 തൊട്ട് 35 ലക്ഷം വരെയുള്ള ജനങ്ങൾ. ദൈവത്തിൻ്റെ തേജസ് കൃപാസനത്തിൽ നിന്ന് പൊങ്ങുന്ന മാത്രയിൽ എല്ലാവരും തങ്ങളുടെ കൂടാരങ്ങൾ അഴിച്ചു കെട്ടി യാതൊരു വിഘ്നവും കൂടാതെ, കാലതാമസം പറയാതെ, ഒഴിവ് കഴിവുകൾ പറയാതെ യാത്രയാകുന്നു. എത്ര ദൂരത്തേക്കെന്ന് പറയുന്നില്ല, എത്ര സമയം കൊണ്ട് യാത്ര തീരുമെന്ന് പറയുന്നില്ല. ദൈവം നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ, സ്ഥലത്തിൽ, ദൂരത്തിൽ സമ്പൂർണ്ണ അനുസരണത്തോടുകൂടി ക്രമം കെട്ട് എങ്ങും പോകുന്നില്ല. ദൈവ തേജസ്സാൽ നിറയപ്പെട്ടിരിക്കുന്ന മേഘത്തിന് കീഴ്വിട്ട് ഒരിടത്തേക്കും പോകുന്നില്ല. അതിൻ്റെ ഉള്ളിൽ വസിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ വിശപ്പ്, അവരുടെ ദാഹം, അവരുടെ വസ്ത്രാവശ്യങ്ങൾ എല്ലാം തീർത്തു കൊടുക്കുന്ന ഒരു ദൈവം. ഇത് കണ്ടിട്ടാകണം വിശുദ്ധ പൗലോസ് അപ്പസ്തലൻ 2 വാക്യങ്ങൾ പുതിയ നിയമസഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ദൈവമോ നിങ്ങളുടെ സകല ആവശ്യങ്ങളും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനനുസരിച്ച് ക്രിസ്തുയേശുവിൽ കൂടെ പൂർണ്ണമായി തീർത്തു തരും. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19 എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3:20 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവരുടെ പരദേശ പ്രയാണം അല്ല, മരുഭൂപ്രയാണത്തെക്കുറിച്ച് നെഹമ്യാവും എസ്രായും ഒരുപോലെ പറഞ്ഞ ചില പദങ്ങൾ കൂടെ ഈ തരുണത്തിൽ ശ്രദ്ധിക്കണം. ആ 40 വർഷങ്ങൾ അവരുടെ വസ്ത്രം പഴകിയില്ല പോലും. ലോകചരിത്രത്തിൽ ഇതുവരെ 40 വർഷം തുടർമാനമായി പഴകാതെ പുതിയതുപോലെ ഇരുന്ന വസ്ത്രം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? രാജകൊട്ടാരത്തിൽ പാർത്ത രാജകുമാരന്മാരും രാജകുമാരിമാരും രാജാക്കന്മാർക്ക് പോലും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരേ കാലണികൾ, അതായത് ഒരേ ചെരുപ്പ്,
40 വർഷം. എത്ര അത്ഭുതമാണ്! അതിൻ്റെ ആത്മീയ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് വരാകുന്നതാണ്. ഇവിടുത്തെ ശ്രദ്ധാവിഷയം അവരുടെ ഗോത്രങ്ങളുടെ എണ്ണം, ഓരോരോ ഗോത്രത്തിലുമുള്ളവരുടെ എണ്ണം, ഓരോ ഗോത്രക്കാരുടെയും വകുപ്പ് അഥവാ ഗ്രൂപ്പ് ആദിയായവ അത്രേ, അഥവാ ക്രമീകൃതമായ യാത്ര അല്ലെങ്കിൽ അണിനടത്തം, മാർച്ച് എന്ന് പറയും. ഈ വിഷയങ്ങളത്രേ. അവരുടെ ജനസംഖ്യ സ്ത്രീകളെയും ശിശുക്കളെയും വയോധികരെയും കൂടാതെ 20 വയസ്സ് മുതൽ യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള പുരുഷന്മാരെ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും എണ്ണപ്പെട്ടവർ ലേവി ഗോത്രം ഒഴികെ 6,03,550 പേർ ആയിരുന്നു. സംഖ്യാപുസ്തകം 1-ാമത്തേതിൻ്റെ 3 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ഇവർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പാളയം അടിക്കുന്നതിന് യാത്ര പുറപ്പെടുന്നതും പാളയം അടിച്ച ശേഷം പാളയത്തിൻ്റെ ക്രമവും കണ്ടാൽ ഏതൊരുവനും അത്ഭുത പരതന്ത്രനാകും എന്നുള്ളതിന് സംശയമില്ല. ബാബിലോന്യ സൈന്യത്തിൻ്റെ ക്രമീകരണവും മേദ്യപേർഷ്യ പട്ടാളക്കാരുടെ അണിചേർന്നുള്ള നടക്കലും ഗ്രേക്കരുടേതാകട്ടെ റോമരുടേതാകട്ടെ ഇത്രയും ക്രമമായി പോയിട്ടുണ്ടോ എന്ന് അറിയുന്നില്ല. ബാബിലോന്യരും മേദ്യപാർസ്യരും ഗ്രേക്കരും റോമരും പുരുഷന്മാർ മാത്രമായിരുന്നു യാത്ര ചെയ്തിരുന്നത് യുദ്ധം ചെയ്ത് പിടിച്ചടക്കുവാൻ. എന്നാൽ ഇസ്രായേൽ ജനങ്ങളാകട്ടെ ഉടൻ ജനിച്ച ശിശു മുതൽ മരണാസനത്തിലായ വ്യക്തി വരെ ഉള്ള വലിയൊരു ജനസമൂഹമാണ് യാത്ര ചെയ്തത്. അത്ഭുതമല്ലേ ഈ വിഷയം? ബാബിലോന്യരുടെ നേതാവായിരുന്ന നെബൂഖദ്നേസറും മേദ്യപേർസ്യരുടെ നായകന്മാരായിരുന്ന ദാര്യാവേശും കോരേശും ഗ്രേക്കരുടെ സൈന്യാധിപനായിരുന്ന അലക്സാണ്ടറും റോമരുടെ സൈന്യാധിപൻ ആയിരുന്ന ജൂലിയസ് സീസറും മനുഷ്യരായിരുന്നു, ദൃശ്യനായകന്മാരുണ്ടായിരുന്നു. എന്നാൽ മോശെ, അഹരോൻ എന്നീ 2 സഹോദരന്മാർ സൈന്യനായകന്മാരല്ല, ദൈവാഭിഷേകം പ്രാപിച്ചവർ ആകയാൽ അവർ ഇത്രത്തോളം ജനത്തെ ഒന്നിച്ച് നടത്തി എന്ന് പറഞ്ഞാൽ അതൊരത്ഭുതം അല്ലേ? അതിലും വലിയൊരു അത്ഭുതം ആണ് രാജകീയ പുരോഹിത വർഗത്തിൻ്റെ യാത്ര. നസറായനായ യേശു എന്ന ഏകനായകനാൽ ഒരു ഭാഷയല്ല, ഒരു ദേശമല്ല, എല്ലാ ലോകത്തിലുമുള്ള ജാതി ഗോത്ര വംശങ്ങൾ വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ, പ്രായവ്യത്യാസമില്ലാതെ ഒരേ നായകന്റെ കീഴിൽ അണിനിരന്ന് യുദ്ധസന്നദ്ധരായ പടയാളികളായി യാത്ര ചെയ്യുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഒന്നാമത് അവർ അവരുടെ മരുഭൂമിവാസം, യാത്ര എല്ലാം യഹോയാം ദൈവം അവരുടെ മീതെ വിരിക്കുകയും മുൻപായി യാത്ര ചെയ്ത മേഘത്തിൻ കീഴിലും അതിന് പിന്നിലും മാത്രം ആയിരുന്നു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21, 14-ാം അധ്യായം 19, സംഖ്യാപുസ്തകം 14-14, ആവർത്തന പുസ്തകം 1-ാം അധ്യായം 33, സങ്കീർത്തനം 105:39, കൊരിന്ത്യരിൽ 1-ാം ലേഖനം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവരിൽ ഒരുത്തനും പ്രായവ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷന്മാരാകട്ടെ ബാലിക ബാലകന്മാരാകട്ടെ, ഒരുത്തനും മേഘത്തിൻ തണൽ വിട്ട് പുറത്തു പോകുകയോ
അതായത് ഷെഖൈന വിട്ട് പുറത്തു പോകുകയോ, മേഘം അത് കാണിക്കുന്ന മാർഗനിർദ്ദേശം നൽകാത്ത ദിശകളിൽ യാത്ര ചെയ്യുകയോ, മേഘം നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ തന്നെ ദീർഘവാസം ഓവർസ്റ്റേ ചെയ്യുകയോ ചെയ്തിരുന്നില്ല. സമ്പൂർണ്ണ അനുസരണത്തിൻ്റെ വൃന്ദമായിരുന്നു പഴയ നിയമ ഇസ്രായേൽ ജനം മരുഭൂമിയിലെ ആരാധനാവേളയിൽ ചെയ്തിരുന്നതെങ്കിൽ, ലോകമാകുന്ന മരുഭൂമിയിൽ ഇന്ന് വാസം ചെയ്യുന്ന ദൈവജനങ്ങളും രാജകീയ പുരോഹിതവർഗവും അനുസരിക്കുവാൻ അല്ലാതെ ചോദ്യം ചെയ്യുവാനോ ദിശ തെറ്റി നടക്കുവാനോ നൽകപ്പെട്ടിരിക്കുന്ന കൽപ്പന വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറുവാനോ അനുവാദം ഇല്ല. മരുഭൂമിയിൽ മാത്രമല്ല, വാഗ്ദത്തദേശത്ത് യോർദാൻ കടക്കുന്നതിന് മുൻപ് ദൈവം യോശുവ എന്ന തൻ്റെ അഭിഷിക്തനോടും അതേ കൽപ്പനയല്ലേ കൊടുത്തത്? 1-ാമത്തെ അധ്യായം ആരംഭവാക്യം മുതൽ വായിച്ചു നോക്കൂ. ഞാൻ എൻ്റെ ദാസനായ മോശയ്ക്ക് കൊടുത്ത എൻ്റെ കൽപ്പന വിട്ടിട്ട് നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. എങ്കിൽ പുതിയ നിയമസഭ എത്രയോ അനുസരണം ഉള്ളവർ ആയിരിക്കണം. മോശയുടെ കാലം കഴിഞ്ഞുപോയി, യോശുവയുടെ കാലം വന്നു. ശ്രദ്ധിക്കുക, പുതിയ നിയമസഭയ്ക്ക് നായകനായിരിക്കുന്ന യേശുവിൻ്റെ കാലം കഴിഞ്ഞിട്ടില്ല. യേശു തന്നെയാണ് ഇപ്പോഴും നായകൻ, എപ്പോഴും നായകൻ. അവൻ കൂടെയുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. അവരുടെ യാത്ര, 2-ാമത്തെ വിഷയം, ദിവ്യമനോഹരമായിരുന്നു. അവർ കൂടി വരുന്നതും യാത്ര തുടങ്ങുന്നതും തുടരുന്നതും യുദ്ധം ചെയ്യുന്നതും യുദ്ധം നിർത്തുന്നതും ഉത്സവാചരണം നടത്തുന്നതും അമാവാസി, പൗർണമാസി അഥവാ വെളുത്തവാവ്, കറുത്തവാവ് എന്നിവ അറിയുന്നതും അറിയിക്കുന്നതും ലേവ്യ പുരോഹിതന്മാർ വെള്ളി കൊണ്ടുള്ള കാഹളങ്ങളും ആട്ടുകൊറ്റൻ്റെ കൊമ്പുകൊണ്ടുള്ള കാഹളങ്ങളുടെ ഊത്തിൻ്റെ ധ്വനികളും ആശ്രയിച്ചു മാത്രമായിരുന്നു. അവ എപ്രകാരമാണെന്ന് കാണുക. അതിനായിട്ട് അവർ വെള്ളി കൊണ്ട് 2 കാഹളങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെ ഉദ്ദേശ്യം, 1, സഭയെ വിളിച്ചു കൂട്ടുന്നതിൻ്റെ മുൻപിൽ ഉള്ളതാണ് 1-ാമത്തേത്, സംഖ്യാപുസ്തകം 10:1. അടുത്തത്, അതായത് 2-ാമത്, സഭയെ വിളിച്ചു കൂട്ടിയ ശേഷം ദൈവാലോചന പറയുന്നു. അതിനുശേഷം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പുറപ്പെടുവിക്കേണ്ടതിനും, സംഖ്യാപുസ്തകം 10-ാമത്തെ 2-ാമത്തെ വാക്യം. അപ്പോൾ ഇവിടെ വിഷയം വ്യക്തമായി തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഒരു കാഹളം മൃദുവായി ഊതുമ്പോൾ എല്ലാവരും, മൂപ്പന്മാരായവർ സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ കൂടുന്നു. കാഹളനാദം കേൾക്കുന്ന സന്ദർഭത്തിൽ ഓരോരോ ഭവനക്കാരും ഗോത്രക്കാരും അവരവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ മുൻപിൽ കൂടുന്നു. അടുത്ത കാഹളം ഉടൻ തന്നെ കേൾക്കുകയാണെങ്കിൽ കാലതാമസമില്ല, ഉടൻ തന്നെ അവർ അടുത്ത പാളയം അടിക്കേണ്ട സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുന്നു. ചോദ്യങ്ങൾ ഒന്നുമില്ല, കാരണം അവർ ദൈവത്തിൻ്റെ അധീനതയിലും ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലും ആണ്. എന്തിനാണ് കാഹളങ്ങൾ ഉപയോഗിക്കുന്നത്? അവയുടെ ഉപയോഗങ്ങൾ, അവ 1-ാമതായി സഭയെ വിളിച്ചു കൂട്ടുവാൻ, സംഖ്യാപുസ്തകം 10:2. സഭയെ യാത്ര പുറപ്പെടുവിക്കുവാൻ, 10:2. അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമ കൂടാരത്തിൻ്റെ മുൻപിൽ വാതുക്കൽ മോശയുടെ അടുക്കൽ വന്നുകൂടണം, 10:3. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേൽ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ 700 പേർ ഉണ്ട്. കാരണം 1000 പേർക്ക് അധിപന്മാർ, 7,00,000 പുരുഷന്മാർ, ഏകദേശം 7,000 പേർ. പുറപ്പാട് പുസ്തകം 18-ാമത്തെ 21-ാമത്തെ വാക്യം കാണുക. നിന്റെ അടുക്കൽ കൂടണം, 10-ാമത്തെ 4-ാമത്തെ വാക്യം. മറ്റ് വിശേഷങ്ങൾ ഒന്നും ഇല്ലാതെ
ദൈവം മോശെ മുഖാന്തരം സഭയെ അറിയിക്കേണ്ട ആലോചന അറിയിക്കുക മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ആ ആലോചന അറിഞ്ഞ ശേഷം അവർ പ്രഭുക്കന്മാരായി നിയമിക്കപ്പെടുന്ന ജനത്തെ കാണുകയും അവർ അറിഞ്ഞ ആലോചന അതാത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്ത ശേഷം അവരവരുടെ കൂടാരങ്ങളിലേക്ക് തിരികെ പോകുന്നു. പുരോഹിതന്മാർ കാഹളം ഗംഭീരമായി ഊതിയാൽ ഒന്നാമത്തെ ഗംഭീരധ്വനി മുഴങ്ങുമ്പോൾ കിഴക്കേ പാളയങ്ങൾ, സംഖ്യാപുസ്തകം 2:3, 10-5 പുറപ്പെടണം. അത് നിർബന്ധമാണ്. രണ്ടാം പ്രാവശ്യം ഊതുമ്പോൾ രണ്ടാമത്തെ കാഹളത്തിന് മൂന്നാമത്തെ കാഹളത്തിന് മധ്യേ സമാഗമന കൂടാരം വഹിച്ചുകൊണ്ട് ലേവ്യരുടെ പാളയം പുറപ്പെടണം. 10:17 ക്രമീകൃതമായ മനോഹാരിത നിറഞ്ഞ യാത്ര. മൂന്നാം കാഹളം ഗംഭീരമായി ഊതുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തെ പാളയം പുറപ്പെടണം. 10-ാം അധ്യായം 6-ാമത്തെ വാക്യവും സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യവും. നാലാമത്തെ കാഹളം ഗംഭീരമായി ഊതുമ്പോൾ വടക്കുഭാഗത്തെ പാളയം, സംഖ്യാപുസ്തകം 2:25, പുറപ്പാട് പുസ്തകം 10:6 പുറപ്പെടണം. സഭയെ മുഴുവനുമായി കൂട്ടുവാൻ ഗംഭീരധ്വനി ഊതരുത്. ഊതുന്നത് മൃദുസ്വരം ആയിരിക്കണം. സഭയുടെ പുറപ്പെടലിനായി മാത്രമേ ഗംഭീരധ്വനി ഊതാവൂ. ഒരിക്കൽ കൂടെ, സഭയെ മുഴുവനുമായി കൂട്ടുവാൻ എല്ലാവരും ചേർന്നുള്ള സമ്മേളനത്തിന് ഗംഭീരധ്വനി ഊതരുത്. ഊതുന്നത് മൃദുവായിരിക്കണം. സഭയുടെ പുറപ്പെടലിനായി മാത്രമേ ഗംഭീരധ്വനി ഊതാവൂ. കാഹളങ്ങൾ ഊതേണ്ടത് അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ മാത്രം ആകുന്നു. 10:8 ഇത് തലമുറയായി എന്നേക്കും ഉള്ള ആചാരം അത്രേ. ഇതിന് മാറ്റം ഉണ്ടാകരുത്. അങ്ങനെയാകുന്നുവെങ്കിൽ പുതിയ നിയമസഭയുടെ ശുശ്രൂഷകൾ ദൈവം ഏൽപ്പിച്ചവർ മാത്രമേ ചെയ്യാവൂ. അല്ലാതെ ഒരുവനും ഒരു ശുശ്രൂഷയും സ്വതവേ എടുക്കരുത് എന്നുള്ള ബുദ്ധി ഉപദേശം കൂടെ നമ്മൾ മറന്നു പോകരുത്. നാം രാജാധിരാജാവും ദൈവാധിദൈവവുമായ കർത്താവെന്ന ഏക മഹാപുരോഹിതന്റെ കീഴിലെ പൗരോഹിത്യവർഗം മാത്രം ആകുന്നു. അഹരോന്റെ പുത്രന്മാർ മാത്രമാകുന്നു കാഹളമൂതേണ്ടത് എങ്കിൽ ദൈവത്താൽ നിയുക്തരാക്കപ്പെട്ടിരിക്കുന്ന അപ്പസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ മാത്രമേ ശുശ്രൂഷ എടുക്കാവൂ. അല്ലാതെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടാത്ത ഒരു വിശ്വാസിയും, പണക്കാരനാകട്ടെ പണ്ഡിതനാകട്ടെ സ്ഥാനങ്ങൾ മാനങ്ങളുള്ളവനാകട്ടെ, ശുശ്രൂഷ എടുക്കരുത്. അത് ദൈവഹിതത്തിന് ചേർന്നതല്ല എന്ന് മറന്നു പോകരുത്. കർത്താവേ, അങ്ങയുടെ തിരുവചനം അതിൻ്റെ ആധികാരികതയോടുകൂടെ പഠിച്ച് അതിനനുസരിച്ച് പ്രാവർത്തിക ജീവിതത്തിൽ പ്രായോഗികമുള്ളവരായി തീരുവാൻ അടിയങ്ങൾക്ക് കൃപ തരണം. ഒരിക്കൽ കൂടെ ഞങ്ങളെ അങ്ങയുടെ ബലമുള്ള കൈകളിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പുത്രൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.